ശരി ഞങ്ങൾ തിരിച്ചിറങ്ങണം പറയുന്നത് തിരിച്ചിറങ്ങുമ്പോ ഒന്ന് ഞാൻ എന്റെ ഭയങ്കര ക്ലോസ് ഫാമിലിയാണ്. ഇത് പഴയ വത്സല അല്ലേ? ഹലോ, ടെൻത്തിലേക്ക് ആകിപ്പോ അല്ലേ? CBSE ആണ്. എവിടെയാണ്? ഞാൻ 4 സർവോദയ. സർവോദയാണ്. ക്ലാസ് നേരത്തെ ഗ്രീൻ ടീ മനസ്സിലായി. എനിക്ക് മറ്റേ ഈ എന്റെ ഇഷ്യൂ ഉണ്ട്, ചൂട് എപ്പോഴും വേണം. ജീവനുണ്ടല്ലോ വെള്ളം. ഗ്യാസ് വന്നില്ലേ? ഇന്നലെ പോയല്ലോ. ഞാൻ വിളിച്ചത് കിട്ടിയില്ല. ഇന്നലെ ഞാൻ ട്രൈ ചെയ്തു, കിട്ടിയില്ല. ആ അവിടെ അല്ലേ? ആ കോഴിക്കോട് ജില്ല അല്ലേ? വേണ്ട വേണ്ട, ഞാൻ ഷുഗർ ഉപയോഗിക്കുന്നു. 25 കൊല്ലോട്ട് ഉപയോഗിക്കുന്നു. ശബ്ദം പിന്നെ ഫോൺ ചെയ്യണത് തന്നെ രാവിലെ ഒരു 5 മണിക്ക് പറയണല്ലേ, രാത്രി 12 മണിക്ക് ഗൾഫ് വരെയൊക്കെ രാത്രി വിളിക്കുന്നു. ഇതിന് കുറച്ച് കൺട്രോൾ ചെയ്യണം. ഞാൻ ജീവന് നല്ല നല്ല ചിട്ടകളാവാൻ എനിക്കതില്ല. ഞാൻ ഭക്ഷണം പകുതി കഴിക്കുന്നു, പകുതി കഴിക്കുന്നു. എന്നിട്ട് അത്രയും കൂടി കഴിക്കാൻ പറ്റുമോ ഭക്ഷണം. എന്നിട്ട് ആളുകൾ പറയുന്ന എന്തോ കാര്യവുമായി ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ആ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ കളരിയുടെ വലിയ മുഖം കൂടെ നമ്മളിനി കാണാൻ പോവുകയാണ്. അതിന്റെ ആദ്യ പടിയായിട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോടിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ പിന്നാലെ
അവിടെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം ഇറങ്ങി വന്ന് മുഖ്യമന്ത്രിയാണ് അത്രയും ആ ജസ്റ്റ് ആ മെസ്സേജ് അതൊരു രാഷ്ട്രീയ മാന്യതയാണ്. കാരണം രാഷ്ട്രീയ പ്രതിയോഗിയായിരുന്ന മുഖ്യമന്ത്രിയായിട്ട് കടന്നു വരുമ്പോൾ പിണറായി വിജയൻ പ്രത്യേകം നേരത്തെ നമ്മൾക്ക് പറഞ്ഞല്ലോ അദ്ദേഹം ഇവിടേക്ക് വരും എന്നുള്ളത്. അപ്പോൾ അവിടേക്ക് വന്ന് രണ്ട് കൈകൊണ്ട് സ്വീകരിച്ച് അതിലേക്ക് പോയി അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് വ്യക്തികളും ഈ രാഷ്ട്രീയ കേരളത്തെ നിയമസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. അവർ തമ്മിൽ സഹകരിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്, പരസ്പരം പ്രത്യാക്രമണം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ പ്രത്യാക്രമണം നടത്തേണ്ട സീറ്റിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് ഈ നിയമസഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഏതൊക്കെ രീതിയിൽ? കാരണം പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളുടെ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ ആ പദ്ധതികളുടെ ഭാവി വി.ഡി. സതീശൻ ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു ക്യാബിനറ്റിന്റെ കയ്യിലാണ്. അപ്പോൾ അവരതിന് എന്തെങ്കിലും വ്യതിയാനം വരുത്തിയാൽ ഏത് നിലപാട്, ഏത് രീതിയിലുള്ള നിലപാടാകും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നില ഏറ്റെടുക്കാൻ പോകുന്നത്? അതൊക്കെയാണ് ഈ നിയമസഭയിൽ നമ്മൾ കൗതുകമായി കാണുന്നത്. മാത്രമല്ല വലിയ ഭൂരിപക്ഷമുള്ള യു.ഡി.എഫിന്റെ ഭരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അംഗങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ അവരെ പേരുടെ ഭൂരിപക്ഷത്തെ 35 പേരുടെ എങ്ങനെ നേരിടും? അതിന് സംസാരിച്ചവരായി പ്രതിപക്ഷ നേതാവിന്റെ മത്സരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ സിപിഎമ്മിന്റെ മുന്നിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കണക്കാണ് കൃത്യമായ ഒരു രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ ഒക്കെ നിയമസഭ നീതിയാകും. എന്തായാലും അതിന് തൊട്ട് മുൻപുള്ള ഇതുവരെ പ്രതിപക്ഷ നേതാവായിരുന്നയാൾ മുഖ്യമന്ത്രിയാവുകയും അങ്ങനെ മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവാവുകയും ചെയ്ത സന്ദർഭം മുമ്പ് ഇന്നലെ മുഖ്യമന്ത്രിയായിട്ട് വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് തീരുമാനിച്ച് സൗണ്ട് പോയാ ഒരേ ദിവസമാണ് സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടല്ലോ. അതെ 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 ഹലോ 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 വോളിയം ഉണ്ടോ? ഓക്കെ സംസാരിക്കാനില്ല എന്നുള്ള കാര്യം ആ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ മറ്റ് ഇടങ്ങളിലും രാഷ്ട്രീയ ഇടങ്ങളിലും ഇതൊരു സൗഹൃദ പ്രദർശനമാണ്. നമുക്ക് വി.ഡി. സതീശന്റെ ഒരു ശൈലി തന്നെ ഈ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടതിന് ശേഷം, തീരുമാനിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ശൈലി തന്നെ നോക്കും. അദ്ദേഹം ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ മുതിർന്ന മുൻഗാമികളായിട്ടുള്ള നേതാക്കന്മാരെല്ലാം പോയി കാണുകയാണ്. ഇന്നലെ ജനനത്തിന് ശേഷം അദ്ദേഹം A.K. ആന്റണിയുടെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു, അവിടെ നിന്ന് V.M. സുധീറിന്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. അതിനുശേഷം എന്താ ഇന്ന് രാവിലെ അദ്ദേഹം കാർത്തികേയന്റെ വീട്ടിൽ പോകുന്നു. കഴിഞ്ഞ 10 വർഷത്തെ വികസന ഈ പിണറായി വിജയൻ അവിടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ പോലെ ഏതാനും 5 10 നിമിഷമാണ് ഏതാണ്ട് 12:10 പിണറായി അകത്തേക്ക് ഇവിടെ വന്നത്. അകത്തേക്ക് കയറിപ്പോട്ട് 5 മിനിറ്റിൽ അധികം ആയിട്ടുണ്ട്. അല്പസമയത്ത് പുറത്തേക്ക് വരും. കാരണം നേരത്തെ നിശ്ചയിച്ചനുസരിച്ച് അടുത്തത് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് വി.ഡി. സതീശന്റെ അടുത്ത ഷെഡ്യൂളിലുള്ള പരിപാടി. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കായിരിക്കും പോവുക. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങി വരും. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ഇത്തരം കൂടിക്കാഴ്ചകൾ
ചർച്ചകൾ നടക്കാറുമുണ്ട്. ഏറ്റവും അവസാനം 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി അന്ന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ വീട്ടിൽ പോയി ജനതയിലെ വീട്ടിൽ പോയാണ് കണ്ടത്. കോടിയേരി ബാലകൃഷ്ണനും ഒപ്പമുണ്ടായിരുന്നു. അന്ന് AK ആന്റണിയെ കൂടി പിണറായി വിജയൻ കാണുകയും ചെയ്തു. 2021 ആയപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ തന്നെ ഒരു തുടർച്ചയുള്ളത് കൊണ്ട് അത്രയും രീതി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറുമ്പോഴുള്ള ഒരു കൂടിക്കാഴ്ച നമ്മൾ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്തെ കണ്ടതാണ്. അവിടെ അങ്ങനെ ഒരു പതിവില്ല. ഇന്നത്തെ പോലും വിജയ് സ്റ്റാലിനെ പോയി കണ്ട ഒരു കാഴ്ച കണ്ടതാണ്. അതേ രീതിയിലുള്ള ഒരു കാഴ്ച. ഇതിനകത്ത് ഏറ്റവും ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം സഭയ്ക്കകത്തും പുറത്തും ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനപ്പുറം സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും എന്നൊരു ആഗ്രഹത്തിലായിരിക്കാം ഒരുപക്ഷെ ഇവർ കാണുന്നത്. അത്തരമൊരു സൂചന തന്നെയാണ്. വളരെ ചിരിച്ച് സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകുന്ന പിണറായി വിജയനെയും VD സതീശനെയുമാണ് നമ്മൾ കണ്ടത്. അധിക സമയം എന്തായാലും സന്ദർശനം നീണ്ടു പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അകത്തെ ദൃശ്യങ്ങൾ കൂടി VD സതീശന് ഒപ്പമുള്ള ഒരു ഹായ് അയച്ചിട്ടുണ്ട്. 5
ഒരു സൗഹാർദ്ദപരമായ അതാണ് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന അത്തരം ചില കാര്യങ്ങൾ പങ്കെടുക്കാനുള്ള അതുകൊണ്ടായിരിക്കാം ഈ സമയം സാധാരണ സതീശൻ ഇതുവരെ കൂടിക്കാഴ്ച നടത്തുന്നതാണ് അങ്ങനെ നഗരത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പല ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ പോലീസ് സ്വാഭാവികമായിട്ടും പോലീസ് മുഖ്യമന്ത്രി ആൾക്ക് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അത് തിരിച്ചറിഞ്ഞു വി ഡി സതീശനുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നിർദ്ദേശം നൽകിയത്. അത് അദ്ദേഹത്തിന്റെ നിലപാട് കൂടിയാണ്. മുമ്പ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടുള്ളപ്പോൾ സമാനമായ രീതിയിൽ പൈലറ്റ് മാത്രം മതി, എസ്കോർട്ട് പൈലറ്റ് മാത്രം മതി, കൂടുതൽ വാഹനങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനം സമാനമായ രീതിയിലുള്ള അപ്പോൾ രണ്ടുപേരും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഒരു പുറത്തേക്ക് അവസാനിക്കാൻ വേണ്ടി ആശംസ രണ്ടുപേരും കൂടെ തമ്മിലുള്ള കാഴ്ചയ്ക്ക് ശേഷം ഒരു കൗതുകമുള്ള രാഷ്ട്രീയ കാഴ്ചയാണ്. ഞങ്ങളിവിടെ നിന്ന് പറയുമായിരുന്നു, പരസ്പരം സഭയ്ക്കകത്ത് പലതരത്തിൽ പോരടിച്ച ആളുകൾ വളരെ സൗഹാർദ്ദമായി കൈകോർത്ത് അകത്തേക്ക് പോകുന്ന നല്ലൊരു മനോഹര കാഴ്ചയാണ്. മാത്രമല്ല രണ്ടുപേരും സീറ്റ് മാറി അപ്പുറപ്പുറമായിട്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ഇനി എങ്ങനെയായിരിക്കും?
അവരെന്തോ പ്രതീക്ഷിക്കുന്നു പറഞ്ഞോളൂ. ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്, അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ്. പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പം നമ്മളൊരു പ്രധാനപ്പെട്ട ദൌത്യം ഏറ്റെടുക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൂടി വരികയാണ്. നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രീയമുണ്ട് ഉറപ്പായിട്ടും. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് പറ്റണം. അത് പറ്റുമെന്നാണ് എന്റെ പ്രതീക്ഷ. ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണ കൂടി ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വികസന പദ്ധതികൾ സർക്കാർ മാറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാവും. ഒരു മുന്നണി സർക്കാർ കൊണ്ട് വികസന പദ്ധതികൾ പിന്നീട് അടുത്ത സർക്കാർ ഒരു കാരണവശാലും മാറ്റില്ല. അതെന്തിനാ മാറ്റണത്? ഗവൺമെന്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെന്റുകൾ. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള പല ഭാഗങ്ങളിലൊക്കെ ചില വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെന്റ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെന്റ് ഒന്നും മാറ്റിയാൽ കേരളം ഉണ്ടാവും? അതൊന്നും ചെയ്യില്ല. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചോ നല്ലത്? അതിപ്പോ ഞങ്ങൾ തമ്മിൽ അകത്തിരുന്ന് സംസാരിച്ചത് നിങ്ങളോട് ഒന്ന് പുറത്തു പറയാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചു. പങ്കെടുക്കുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും. മതി പിന്നെ പറയാം ഇദ്ദേഹത്തെ പോകാൻ ഇവിടെ